മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എല്ലാ ആളുകളും മുസ്ദലിഫയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും. മുസ്ദലിഫയിലെത്തി മുസ്ദലിഫയിൽ അർദ്ധരാത്രിയും കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് ആളുകളൊക്കെ പിന്നെ മിനയിലേക്ക് ജംറത്തുൽ അഖബയിലേക്ക് എറിയാൻ വേണ്ടി പോകാൻ തുടങ്ങും. ഒരുപാട് ആളുകൾ രാത്രി തന്നെ എറിയും. ഒരുപാട് ആളുകൾ മിനയിൽ ചെന്ന് ടെൻറ്റിൽ ചെന്ന് വിശ്രമിച്ച് പിറ്റേന്ന് സുബഹിക്ക് ശേഷം പോകുന്നവരുണ്ടാകും. സുബഹിക്ക് ശേഷം പോകുന്നതാണ് നല്ലത്. മുസ്ദലിഫയിൽ നിന്ന് സുബഹിക്ക് ശേഷം പോരുന്ന ആളുകളുണ്ട്. അവർക്ക് വളരെ സൗകര്യമായി നേരെ മിനയിലേക്കുള്ള ട്രെയിനിൽ കയറുക. മിന കഴിഞ്ഞാൽ മുസ്ദലിഫ കഴിഞ്ഞാൽ നേരെ മിനയിലെ നമുക്ക് വളരെ സൗകര്യത്തോടുകൂടെ എല്ലാ ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ 3 ജംറകൾ അവിടെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം എറിയേണ്ടത് ജംറത്തുൽ അഖബ മാത്രമാണ്. ജംറത്തുൽ അഖബ എന്ന് പറയുന്നത് മക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ എറിയുന്ന സ്ഥലത്തെയാണ് ജംറത്തുൽ അഖബ എന്ന് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത് ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത. അപ്പോൾ ഒന്നാമത്തെ ദിവസം എറിയേണ്ടത് യൗമുൻ നഹർ, പെരുന്നാൾ ദിവസം എറിയേണ്ടത് ജംറത്തുൽ അഖബയിൽ മാത്രമാണ്. അവിടെ 3 ഏറെറിയുക, മിനയിലേക്ക് തന്നെ തിരിച്ചു വരിക, മിനയിൽ രാപ്പാർക്കുക, പിറ്റേ ദിവസം വീണ്ടും പോവുക, എറിയുക, 3 ഏറുക. അന്ന് രണ്ടാമത്തെ ദിവസം 3 സ്ഥലങ്ങളിലും എറിയേണ്ടതുണ്ട്. ജംറത്തുൽ ഊലയിൽ 3 എണ്ണം, 7 എണ്ണം, ജംറത്തുൽ ഉസ്തയിൽ 7 എണ്ണം, ജംറത്തുൽ അഖബയിൽ 7 എണ്ണം. ഇങ്ങനെ എറിയുക. ഇങ്ങനെ 2 ദിവസം എറിഞ്ഞ് അന്ന് തന്നെ ജംറ വിടുകയാണെങ്കിൽ, മിന വിടുകയാണെങ്കിൽ അവന് 3-ാമത്തെ ദിവസം ഏറും. അവിടെ രാപ്പാർക്കലുമില്ല. പിന്നെ അവന് ബാക്കിയുള്ളത് തവാഫുൽ ഇഫാദത്താണ്. നേരെ ചെന്നിട്ട് തവാഫുൽ ഇഫാദത്ത് ചെയ്യാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്താൽ അവന് തഹല്ലുലാകാം. 1-ാം തഹല്ലുൽ അവനായി കഴിഞ്ഞു. ഒന്ന് മുടി മുറിക്കുക, അല്ലെങ്കിൽ തവാഫുൽ ഇഫാദത്ത് ചെയ്യുക, അല്ലെങ്കിൽ മിനയിൽ ജംറത്തുൽ അഖബ എറിയുക. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം ചെയ്താൽ അവൻ തഹല്ലുൽ ഒന്നായി. പിന്നെ അവന് ഏത് ഡ്രസ്സും ധരിക്കാം, ആണാണെങ്കിൽ. അതുപോലെ സ്ത്രീകൾക്കുമൊക്കെ വളരെ തഹല്ലുൽ 1 മുടി മുറിക്കലോടുകൂടെ അവന് ലഭിക്കും. അല്ലെങ്കിൽ ജംറയിൽ എറിയുകയും തവാഫ് ചെയ്യുകയും ചെയ്താലും തഹല്ലുലാകും. മുടി മുറിക്കുകയും കൂടെ ചെയ്താൽ അവൻ പൂർണ്ണമായി തഹല്ലുലായി. അല്ലെങ്കിൽ ഇഫാദത്തിൻ്റെ കൂടെ ചെയ്താൽ 3 ചെയ്താൽ അവൻ പൂർണ്ണമായി തഹല്ലുലായി. അതോടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു. പിന്നെ അവിടെ തവാഫുൽ വിദാഅ് മാത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഹജ്ജ് പൂർണ്ണമായി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.